ഇന്നൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണേ. ആദ്യം തന്നെ ഞാൻ ഒരുങ്ങുന്നുണ്ട്. സാധാരണ നമ്മളെല്ലാവരും ഒരുങ്ങുന്ന പോലെ തന്നെ. ആൻഡ് ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്നും വിവരിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ആൻഡ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ആൻഡ് ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നല്ലേ, ഞങ്ങൾക്ക് ഇന്ന് കോളേജിലൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതിനെപ്പറ്റി ചിന്തിച്ചതാ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് പ്രിയദർശിനിയിലാണ് പോയത്. ആൻഡ് അതും കോളേജിലേക്ക് ഫസ്റ്റ് പ്രിയദർശിനി യാത്രയായിരുന്നു അത്. ഞാനും അഞ്ചു ഇപ്പോൾ ഇവിടെ അഭിനയിച്ച് തകർത്തതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഞാൻ ഇന്ന് ക്യാൻറ്റീനിലാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രസൻറ്റേഷൻ തുടങ്ങി. ആൻഡ് അതിൻ്റെ ചിലവായിട്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ദാണ്ടി ഈ സാധനമാണ് തന്നത് ഗൈസ്. പിന്നെ ലാസ്റ്റ് വീട്ടിൽ പോകുന്ന സീന് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് ബൈ ബൈ. രാവിലെ തൊട്ടേ മഴക്കാറുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തപ്പം ഉച്ച കഴിഞ്ഞു ഗൈസ്. വലിയ കമ്പി ഇട്ടുകൊണ്ട് ഈ സ്മൂത്തിയൊക്കെ കുടിക്കുന്നതാണ് ഗൈസ് ഏറ്റവും എളുപ്പം. അങ്ങനെ കോളേജ് എത്തി. ഞങ്ങളുടെ ക്ലാസ് സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് ഞങ്ങൾ എന്തും നട കയറണം, എന്തും നട ഇറങ്ങണം. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ് ഞങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമിലായിരുന്നു. പിന്നെ തേർഡ് പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. വലിയ കമ്പി ഇട്ടിട്ട് ചോറ് കഴിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിഷ് ടാങ്ക് ആണ് ഇതേ. ബൈ ദ ബൈ ഞാൻ എക്കണോമിക്സ് ആട്ടോ. സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ഗൈസ്. പ്രിയദർശിനിയിലാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അങ്ങനെ വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഇതാണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഐസ്ക്രീം പോലെയാണ് ഗൈസ് കഴിക്കുന്നത്. കോരി കഴിക്കാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ. ഇന്നൊരു വെറൈറ്റി വായന ദിനമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കോളേജിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയുണ്ടായിരുന്നു, കോളേജ് എത്തിയപ്പോൾ മഴ പോയി ഗൈസ്. ഞങ്ങളുടെ കോളേജ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കോളേജാണ് ഗൈസ്. തിന്നിട്ടും പോരാതായി. കോളേജിൽ ഫിഫ വേൾഡ് കപ്പ് വിന്നർ പ്രിഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഗൈസ്, വെറൈറ്റി വായന ദിനം ഉദ്ദേശിച്ചതേ കോളേജിലെ ഫുൾ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും ഇഷ്ടമുള്ള ബുക്കുകളും മാഗസിൻസും ഒക്കെ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എഴുതി ലൈബ്രറിയെ ഏൽപ്പിക്കണമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 10-12 ലൈബ്രറി ക്ലബ് ലീഡേഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആ റിവ്യൂസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഹിന്ദി മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സും കൂടെ ചേർന്ന് റിവ്യൂസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വിന്നേഴ്സിന് പ്രൈസും കൊടുക്കും. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ അരുൺ സാറിൻ്റെ ഒരു സെമിനാറും കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ. 90% ചോദ്യങ്ങൾ അറിയായിരുന്നു, ഉത്തരം ഒരു PSC എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അമ്മച്ചിയുടെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഇത്ര അഭിനയിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഗൈസ്. കുമിളി വെച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ എക്സാം. അഞ്ചു ഞാനുമാണ് ഈ പരീക്ഷ എഴുതാൻ പോയതേ. മുണ്ടക്കയിൽ നിന്ന് കുമിളി വരെയും കുമിളിയിൽ നിന്ന് മുണ്ടക്കയം വരെയും ഞങ്ങൾ ഇന്ന് പ്രിയദർശിനിക്കായിരുന്നു ഗൈസ് വന്നതും പോയതും. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇടുക്കി ജില്ല ആയതുകൊണ്ട് തന്നെ യാത്രയെല്ലാം നല്ല സൂപ്പറായിരുന്നു. ഒരു ട്രിപ്പ് പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ റൂമെല്ലാം കണ്ടുപിടിച്ചിട്ട് അന്നേരം തന്നെ ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കാനായിട്ട് അമ്മയും ഞാനും സ്ഥിരം നേരത്തെ പരീക്ഷ എഴുതാൻ വരുമ്പോഴത്തേക്കും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിരുന്ന് അച്ഛൻ വീട്ടിൽ നിന്ന് വിട്ട് പൊതിച്ചോറൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു ഗൈസ്. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ അഞ്ചിനോട് ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. 90% ചോദ്യങ്ങൾ അറിയായിരുന്നു, ഉത്തരം മിക്കതിൻ്റെ അറിയത്തില്ലായിരുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ചു. കുടിച്ച് ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് ഓടി ചെന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നു പ്രിയദർശിനി. അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മ വീട്ടിലോട്ട് പോവുകയാണേ. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അവിടെ ചെന്നപ്പോഴേ അമ്മ പറഞ്ഞു ഇഡ്ഡലിയും ചമ്മന്തി ഇരിപ്പുണ്ടെന്ന്. പിന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനും വെച്ചു 2-3 റംബൂട്ടാനൊക്കെ പറിച്ച് കഴിച്ചു ഗൈസ്. ഈ ഉച്ചക്കൂട്ടൻ്റെ ആമക്കുളമൊക്കെ എന്നെ കാണിച്ചു തന്നു കേട്ടോ. ഏതാ ആമേനൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഉച്ചക്കൂടെ സൈക്കിൾ ഓടിച്ചു. അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഷട്ടിൽ കളിച്ചു. നൈസായിട്ടൊരു തലയ്ക്കൊരു അടിയും കൂടെ കിട്ടി ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഗൈസ്. ഞാൻ വെളിച്ചടയും കൂടി ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മും വന്നു, അമ്മൂൻ്റെ കൂടി ഇരുന്നൊരു കമ്പനി കൊടുത്ത് കഴിച്ചു. ഞാനും വെച്ചിരുന്ന് പഠിക്കുമായിരുന്നു അല്ലേ വെച്ചു? അതെ. വെളി മഴ പെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു കഴിച്ചു ഗൈസ്. ചീറ്റോസും മുട്ടപ്പഴവും ഒക്കെ. എങ്ങനെയാടാ നീ ഇപ്പം ചെയ്യുന്നേ? ഫാദേഴ്സ് ഡേ കാർഡ്. അമ്മമ്മ ക്യാരറ്റ് ജ്യൂസ് വന്നപ്പോൾ ഞങ്ങൾ അതും കുടിച്ചേ. വൈകിട്ടത്തേനുള്ള ചക്കപ്പുഴുക്കിൻ്റെ പ്രിപ്പറേഷൻ അമ്മമ്മ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹേ ഗൈസ്, ഞാനിന്ന് എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് കോളേജിലോട്ട് പോകുന്നത്. ചൂറ്റുപാത്രം എടുക്കാൻ മറന്നു പോയതുകൊണ്ട് അമ്മയെ എനിക്ക് ഇലപ്പൊതിയൊക്കെ തന്നാണ് കോളേജിലോട്ട് വിട്ടത്. കിച്ചൂട്ടീനെയും വെച്ചുകൊണ്ടേയും സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ കോളേജിലോട്ട് പോയി ഗൈസ്. ഇന്ന് ഞങ്ങൾക്ക് ഒരു അസൈൻമെൻ്റ് ഒക്കെ വെക്കാനുണ്ടായിരുന്നേ. ഫസ്റ്റത്തെ 3 പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്കായി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും ഐഷും കൂടെ ലൈബ്രറി പോയിട്ടുണ്ടായിരുന്നേ. ഉച്ച കഴിഞ്ഞ് ഒരു പീരീഡ് ഉള്ളായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഫ്രീ പീരീഡ് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്വന്തം ക്ലാസ് ടീച്ചറായ ജിനു മിസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്താൻ പോകുന്ന അടുത്ത പരിപാടിയായ ബഡ്ജറ്റ് അനാലിസിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഐഷുവിന് ബുക്ക് മേടിക്കാൻ ഞങ്ങൾ സ്റ്റോറിലും പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ഞാനും വീട്ടിൽ നിന്നാണ്ടേ മാങ്ങ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
ബൈ ബൈ. ഗൈസ്, ഉച്ചകഴിഞ്ഞ് ഞങ്ങൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് ആയിരുന്നു. മിസ് അടുത്ത പീരീഡ് വന്ന് എല്ലാവരോടും ചോദ്യം ചോദിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇൻ്റർവെല്ലിലാണ് ഇരുന്ന് പഠിക്കും ഗൈസ്. ഫസ്റ്റത്തെ 3 പീരീഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആയിരുന്നേ. ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാനും ഐഷു കൂടെ ലൈബ്രറി പോയിട്ടുണ്ടായിരുന്നേ. ഗൈസ്, ഞങ്ങളുടെ കോളേജിലെ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് ഇതേ. ഗൈസ്, ഉച്ചയ്ക്ക് ചോറിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് ആയിരുന്നു. രാവിലത്തെ 3 ക്ലാസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പ്രിയദർശിനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.